യൂത്ത് ഫോറം പ്രസൻസ് സർഗതീരം സീസൺ 3 മലയാള ശബ്ദ നാടക മത്സരം 2024-25 സ്പോൺസർഡ് ബൈ റോട്ടറി കൊച്ചിൻ ടൈറ്റൻസ്. Use headphone for a better audio experience. കാരുണ്യം ടീം അവതരിപ്പിക്കുന്ന നാടകം ചാക്കപ്പന്റെ സ്വപ്നം. നാം എല്ലാവരും സ്വപ്നം കാണുന്നവരാണ്. ഒരുപാട് മോഹങ്ങളുമുണ്ട്. അതേപോലെ സ്വപ്നം കണ്ട് ആ മോഹങ്ങൾ നടപ്പിലായപ്പോൾ ഉണ്ടായ ഒരാളുടെ മാറ്റത്തിൻ്റെ കഥയാണ് ഈ കഥ. മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ, അറവിപ്പൊന്നൂതിയുരുക്കി അറവാതിൽ പണിയും ഞാൻ. ഹലീലി ഹലീലി ഹിലാലിന്റെ പൂമ്പിറ പോലെ സുൽത്താനായി വാഴും ഞാൻ, മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ, അറബിപ്പൊന്നൂതിയുരുക്കി അണിവാതിൽ പണിയും ഞാൻ. എൻ്റെ മാതാവേ, 10-15 കൊല്ലായി ഞാനും എൻ്റെ ഭാര്യ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ജീവിതത്തിൽ മെച്ചം വയ്ക്കാനൊന്നും ഉണ്ടായിട്ടില്ല. ഓരോ ദിവസം പുലരുമ്പോഴും ജീവിതത്തിൽ പുതിയ എന്തെങ്കിലും സംഭവിക്കുന്ന ആഗ്രഹിക്കും.
എന്നും പതിവ് പോലെ അവസാനിക്കുകയും ചെയ്യാം. ഇന്നെങ്കിലും സ്വപ്നത്തിൽ കണ്ട പോലെ നല്ലൊരു ജീവിതം എനിക്ക് ഉണ്ടാക്കി തരണം എൻ്റെ മാതാവേ. എടീ ചായ എവിടെ? ചായ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എടിയേ, നമുക്ക് പുതിയതായി എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാലോ? എന്ന് ഈ പതിവ് പണി നീ ചെയ്യണ്. പുതിയതായൊരു ബിസിനസ് തുടങ്ങി നമ്മുടെ വരുമാനം നമുക്കത് ഉയർത്തിക്കൂടെ? ഇതേ നോക്ക്, ആശയൊക്കെ നല്ലതാണ്. എറിയാൻ നിൽക്കുന്നവൻ്റെ കയ്യിൽ കല്ലുണ്ടാവില്ല. നിങ്ങളുടെ കാശ്. എടി, എന്തിനും ഒരു നല്ല മനസ്സുണ്ടായാൽ മതി, അതങ്ങോട്ട് നടക്കും. എൻ്റെ ദൈവം, എൻ്റെ കണ്ണിതൊക്കെ പിഴിയണേ. ഇതൊന്ന് മുറിക്കൊന്ന് പിഴിയാന് വെള്ളമൊക്കെ ഒന്ന് പോവുള്ളൂ. നിർത്തടി, ഇനി പിഴിയരുതവ്, പിഴിയരുതവ്. അല്ല, നിങ്ങൾ എന്തുട്ടാ കാണിക്കുന്നേ? എല്ലാം തൊലച്ചു എന്റെ കർത്താവേ. എടി, ആ ഷർട്ടിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ലോട്ടറി ടിക്കറ്റ് എവിടെ? എന്തുട്ട്? ലോട്ടറി ടിക്കറ്റാ? ഞാൻ കണ്ടില്ല മനുഷ്യ, ഇതിലുണ്ടായിരുന്നാ? എന്റെ ദൈവമേ, എന്റെ കാരുണ്യ ബമ്പർ. അതങ്ങനെ പോയ നിന്നെ ഞാൻ, അത് പിഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അതെങ്ങാനും പോയാ? ആഹാ, മിക്കവാറും ആ ബമ്പർ പിച്ച് പറഞ്ഞു പോയിട്ടുണ്ടാവും. ഷർട്ടിലുണ്ടായത് ഞാൻ അറിഞ്ഞില്ല. എന്റെ മാതാവേ, ആ ടിക്കറ്റ് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതൊന്ന് കിട്ടിയാ മതിയായിരുന്നു എൻ്റെ ഒരു മനസ്സമാധാനത്തിന്. ഓ, കിട്ടി കിട്ടി. എന്റെ ഈശോയെ, ഭാഗ്യത്തിന് കീറിപ്പോയില്ല. എന്നെ കെട്ടിയ അന്ന് മുതൽ കാണാൻ തുടങ്ങിയതാ ഈ ടിക്കറ്റ് എടുക്കല്. എന്നിട്ടൊരു 10 രൂപയ്ക്ക് ഉപകാരം ഉണ്ടാ? എന്തിന്? ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കാനുള്ള പൈസയെങ്കിലും കിട്ടിയിട്ടുണ്ടോ മനുഷ്യ നിങ്ങൾക്ക്? എവിടെ? എന്നിട്ടാ ഇപ്പോ നിന്റെ അപ്പൻ കോടികൾ വരെയുള്ള ഒരു ലോട്ടറി അല്ല എന്നെ ഏൽപ്പിച്ചത്. അതോടുകൂടി എന്റെ ഭാഗ്യജാതകത്തില് കാക്ക ദുഷ്. എന്തിട്ട്? കാക്ക ദുഷ്. എന്തിട്ടെന്ന്? കാക്ക തൂറിന്ന്. എനിക്ക് കിട്ടിയത് പിന്നെ അറേബ്യൻ അത്ര ആണല്ലോ. പപ്പ, ഇത്തവണ പപ്പയ്ക്ക് ലോട്ടറി അടിക്കും. ഓ മോള്, വെളുപ്പിന് കാണുന്ന സ്വപ്നം ഫലിക്കുന്ന, ഫലിച്ച ഇപ്രാവശ്യം എന്റെ സ്വപ്ന പദ്ധതി നടപ്പിലാകും. അല്ല, എന്താ പപ്പയുടെ സ്വപ്ന പദവി? അത് ഞാൻ പറയാൻ മോളെ. ഈ പ്രാവശ്യം നിന്റെ പപ്പയ്ക്ക് ക്രിസ്മസ് ബമ്പർ അടിക്കുകയാണെങ്കിൽ ആദ്യം നിന്നെ കെട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിൽ കുറച്ച് പണം ഇടും. പിന്നെ നമുക്ക് കുറച്ച് കടങ്ങളുണ്ടല്ലോ, അത് വീട്ടും. ബാക്കിയുള്ള എല്ലാ പൈസയും അനാഥാലയത്തേക്കാ. അതാ നിന്റെ പപ്പയുടെ സ്വപ്ന പദ്ധതി. ബാക്കിയുള്ളതല്ല, കിട്ടുന്നതിന്റെ നേർ പകുതി അനാഥാലയങ്ങൾക്ക്. മനസ്സിലായ? പപ്പ, യു ആർ ഗ്രേറ്റ്. ഇങ്ങോട്ട് നോക്കിയേ, പപ്പയും മോളും സ്വപ്നം കണ്ടിരുന്നോ? ഞാൻ പോവാ. പപ്പ, അപ്പൊ 10 കോടി അടിച്ചാലോ? സംശയം എന്താ മോളെ? അതിന്റെ പകുതി അനാഥാലയങ്ങൾക്ക്. ഓരോ ലോട്ടറി എടുക്കുമ്പോഴും എന്റെ മനസ്സിൽ ഈ ആശയുണ്ട്. ഇതുവരെ ഞാൻ അതാരുടെ അടുത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. ദൂർത്തനാണെങ്കിലും എന്റെ പപ്പയ്ക്ക് ഇങ്ങനെ ഒരു മനസ്സുണ്ടല്ലോ ഈശോയെ. മോളെ, ഇങ്ങോട്ട് നോക്കിയേ, പണത്തിനോട് നമ്മൾ ആർത്തി കാണിക്കരുത്. അയ്യനാ, എൻ്റെ സ്ത്രീധന തുകയ്ക്ക് 50 വട്ടം എൻ്റെ അപ്പനോട് ചോദിച്ച ആളാ ഈ വേദാന്തം പറയണത്. അത് ശരിയാ, നിന്റെ അപ്പൻ 50 തവണയും വാക്കുമാറ്റി. എന്നിട്ട്? അത് ശരിയാന്ന്, നിന്റെ അപ്പനെ 50 തവണയും വാക്കുമാറ്റി. ഞാൻ 50 തവണ കയർത്തുന്നല്ലേ പറഞ്ഞ. കാലഹരണപ്പെട്ടൊരു ലോട്ടറി ടിക്കറ്റാണ് നീ. ആ അതൊക്കെ പോട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ലോട്ടറിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 10 പൈസ പോലും കിട്ടില്ല, ഉറപ്പാ. പപ്പ, ആ ടിക്കറ്റ് ഇങ്ങോട്ട് കാണിച്ചേ. ഇതിന്റെ നറുക്കെടുപ്പ് തീയതി ഇന്നലെ അല്ലായിരുന്നപ്പാ? അപ്പൊ ഇന്നത്തെ പത്രത്തിലുണ്ടാവൂലോ. എന്റെ ഈശോയെ, പപ്പയ്ക്ക് 3ാം സമ്മാനം 1 കോടി. സത്യം പപ്പ? ഇന്നസെന്റിന് ലോട്ടറി അടിച്ച പോലെ വെറുതെ ആശിപ്പിക്കരുത് കേട്ടാ. അയ്യോ പപ്പ, സത്യം അടിച്ചുന്നേ, അടിച്ചു. ദേ നോക്കിയേ, ക്രിസ്മസ് കാരുണ്യ ബമ്പർ. ഒരു മിനിറ്റ് കണ്ണാടം നോക്കിയിട്ടെ.
എനിക്ക് കാണിച്ചേ. ജിങ്ക് ചിക്ക, ജിങ്ക് ചിക്ക, ലോട്ടറി അടിച്ചേ, ലോട്ടറി അടിച്ചേ. നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു. എന്താണ് ലോട്ടറി അടിച്ച മോളെ? സത്യാണോ? സത്യം. ദേ ഈ നമ്പർ കണ്ട. ഭാഗ്യം മോളെ, പപ്പ ഇവിടെ ഉണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ആ ടിക്കറ്റ് പിഴിഞ്ഞു കളഞ്ഞേനെ. പപ്പ എന്ത് ഈ ആലോചിക്കണേ? അല്ല, 1 കോടി അടിച്ചാ ടാക്സും കഴിച്ച് 70 ലക്ഷം കയ്യിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോ അതിന്റെ പകുതി അനാഥാലയങ്ങൾക്ക്, എന്നാലും ബാക്കി ഉണ്ടാവൂലോ. ഇത് പാക കുഴഞ്ഞൂട്ടാ. ഇടുത്ത് ചാടി ആർക്കും വാക്ക് കൊടുക്കാൻ പാടില്ല, ദൈവത്തിനായാ പോലും. കണ്ട നിറം മാറി മനുഷ്യന്റെ. പപ്പ, വാക്ക് മാറരുത്, അതും പാവങ്ങളോടുള്ള വാക്കാ. അവർക്ക് ഇത്ര കൊടുത്ത് ബാക്കി അവർക്ക് കൊടുത്ത് ഒരു 7 ലക്ഷം കടം. 7 ലക്ഷം കടം, ബാക്കി ഒരു 50 ലക്ഷം നിന്റെ പേരിലിടണം. പിന്നെ ഒരു സ്കൂട്ടി വാങ്ങണം. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അത് ശരി, അപ്പൊ എനിക്കൊന്നുമില്ലേ? നിന്നും പരിഗണിക്കണല്ലോ. എല്ലാം കഴിഞ്ഞാ പിന്നെ ബാക്കി എന്തൊട്ടുണ്ടാവുക? കാര്യമൊക്കെ ശരിയാ, പക്ഷെ വാക്ക് തെറ്റിച്ചാൽ തിരിച്ചടി കിട്ടും, മറക്കണ്ട. പിന്നെ അടിച്ച ലോട്ടറിന് ഏത് ദൈവം വിചാരിച്ചാലും തിരുത്താൻ പറ്റില്ല. പിന്നെ കൊടുക്കണമെന്ന് വിചാരിച്ചത് പിന്നെ എപ്പോഴെങ്കിലും കൊടുത്താലും മതി. ഇപ്പം തന്നെ കൊടുക്കണമെന്നില്ല. ഞാൻ ഏതായാലും ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ. ലോട്ടറി അടിച്ച കാര്യം തൽക്കാലം വേറെ ആരും അറിയണ്ട. പാലം കിടന്നോളം നാരായണ. അത് കഴിഞ്ഞപ്പോ ഇപ്പം മനസ്സിലായില്ലേ മോളെ, ഇതാണ് നിന്റെ പപ്പ. ചാക്കപ്പൻ്റെ മനസ്സിൽ പുതിയ പദ്ധതികൾ രൂപം കൊണ്ടു. പണം കൊടുക്കാതിരിക്കാൻ അയാൾ പുതിയ ന്യായീകരണങ്ങൾ നിരത്തി. കിട്ടിയ പണം അയാൾ മറ്റു പലതിനുമായി വിനിയോഗിച്ചു. ചാക്കപ്പൻ വീട്ടിൽ തിരിച്ചെത്തി. പണം കിട്ടി, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ടാക്സും കഴിച്ച് അത്ര ഒന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ഉള്ള കടങ്ങളൊക്കെ വീട്ടി. കുറച്ച് പൈസ മോളുടെ പേരിൽ ബാങ്കിൽ വിട്ടു. ഒരു വെള്ള ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് നാളെ ഇങ്ങോട്ട് വരും. പിന്നെ അതേ ഒരു 3 പവൻ്റെ മാല വാങ്ങിച്ചിട്ടുണ്ട്, അതേ നിനക്കിട്ടടി. മോളെ, നിന്റെ പപ്പ ചെയ്തിപ്പോൾ വളരെ കറക്റ്റാ. അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പ്രായോഗികമായിട്ട് തന്നെ ചിന്തിക്കണം. എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി. ചുരുക്കത്തിൽ പറഞ്ഞ അനാഥാലയങ്ങൾ ഉപേക്ഷിച്ചു അല്ലേ? അല്ലെങ്കിലും ഈ അനാഥാലയത്തിലേക്ക് ഈ പാവപ്പെട്ട നമ്മൾ കൊടുത്തിട്ട് വേണം. അതിന് ഈ സന്നദ്ധ സംഘടനകളും സഹായികളും നാട്ടുകാരൊക്കെ ഇല്ലേ, അവർ കൊടുക്കില്ലേ? കൊള്ളാം. ചാക്കപ്പര് ചേർന്ന ഭാര്യ എന്നെ കഷ്ടം. ദേ മിനിഞ്ഞാന്ന് തന്നെ നമ്മുടെ ജോണിച്ചേട്ടൻ 1 ലക്ഷം രൂപയാണ് അനാഥാലയത്തിന് കൊണ്ട് കൊടുത്തത്. പലരും അങ്ങനെ കൊടുക്കുന്നുണ്ട്, നമ്മളതറിയാണ്ടാണ്. അതുങ്ങൾക്ക് പണത്തിൻ്റെ ഒരാവശ്യമില്ല. പിന്നെ ഫുഡ് ഇപ്പോൾ ഈ സംഘടനകളൊക്കെ മത്സരിച്ചിട്ടല്ലേ കൊണ്ടു കൊടുക്കണത്. പോട്ടെ, നമ്മുടെ ഒരു സന്തോഷത്തിന് ഒരു കേക്കോ കുറച്ച് മധുര പലഹാരങ്ങളോ എന്തെങ്കിലും അവർക്കൊന്ന് കൊടുത്തൂടെ? എന്തായാലും ക്രിസ്മസ് കഴിയട്ടെ, അപ്പം നമുക്ക് ആലോചിക്കാം. മോളെ, അവർക്കൊരു പ്രാരാബ്ദങ്ങളോ കഷ്ടപ്പാടോ ഒന്നുമില്ല. അവർക്ക് കിട്ടുന്നതോ കയ്യിലുള്ളതോ ഒന്നും ആർക്കും കൊടുക്കണ്ട. സുഖജീവിതമാണ്, ഒരു ടെൻഷനും ഇല്ല. കിട്ടുന്നതിന്റെ പാതി കൊടുക്കും പറഞ്ഞ ചിലവരൊക്കെ ഉണ്ട് ഇവിടെ. സ്വന്തം ജീവിതം അനാഥാക്കിയിട്ടല്ല മറ്റുള്ളവരെ സഹായിക്കുന്നത്. അല്ലെങ്കിലും എന്തെങ്കിലും കിട്ടുന്നതിന് മുമ്പ് ആർക്കും കയറി വാക്ക് കൊടുക്കരുത്. ഇപ്പം മനസ്സിലായില്ല മനുഷ്യ, എന്തെങ്കിലും കയ്യിൽ കിട്ടുന്നേക്കും മുൻപ് ഇത് കൊടുക്കുക അത് കൊടുക്കുക എന്ന് വാഗ്ദാനം കൊടുക്കുന്നത് തെറ്റാണെന്ന്. ഇനിയെങ്കിലും ഇത് ആവർത്തിക്കരുത്. ഇപ്പം എന്തൊരു സുഖ. ഞാനൊരു 10 മിനിറ്റ് മയങ്ങട്ടെ. മോള് പോയി പഠിക്കാൻ നോക്ക്. പോ.
മോനെ ചാക്കപ്പ, എന്താപ്പാ? നീ അപ്പനെ മറന്നോ? ഇല്ലപ്പാ, അപ്പം വന്നപ്പോഴേ മദ്യത്തിന്റെ ഒരു മണുണ്ടല്ലോ. അത് പറയാനാ ഞാൻ സ്വപ്നത്തിൽ വന്നത്. നീ 2 വർഷമായി മദ്യപാനം നിർത്തി അല്ലേ? നിർത്തിയപ്പാ. നിനക്ക് ലോട്ടറി അടിച്ചില്ലേ? അടിച്ചപ്പാ. നല്ല കാര്യം. മോനെ, നമുക്കൊരു പാരമ്പര്യമുണ്ട്. മോനായിട്ട് അത് നശിപ്പിക്കരുത്. ലോട്ടറി അടിക്കണത് പാരമ്പര്യത്തിന് എതിരാണോ അപ്പാ? അതല്ല മോനെ, നിന്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് മരണം വരെ മദ്യം കഴിക്കുന്നവരായിരുന്നു ഈ ഞാനും. നമ്മുടെ വീട്ടുപേര് പോലും കുടിത്തടത്തിൽ എന്നല്ലേ മോനെ? മദ്യപാനം നശിപ്പിക്കില്ലേപ്പാ. അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് മദ്യപിക്കരുത്, അത് നശിപ്പിക്കും. നമുക്ക് ആകെ ഉണ്ടായിരുന്ന 1 ഏക്കർ പറമ്പ് അപ്പം കുടിച്ച് നശിപ്പിച്ചില്ലേ? അതൊരു തെറ്റായിരുന്നില്ലേ? അത് ഞാനായിട്ടുണ്ടാക്കിയതല്ലോ, എൻ്റെ അപ്പൻ്റെ വിഹിതം കിട്ടിയതല്ലേ. നിനക്കടിച്ച ലോട്ടറിയും അതുപോലെ തന്നെ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടപ്പാ? നീ നമ്മുടെ പാരമ്പര്യം കാക്കണം, മദ്യപാനം തുടങ്ങണം, പൂർവികന്മാരെ അനുസരിക്കണം. തീർച്ചയായും. അപ്പന്റെ കക്ഷത്തിൽ എന്താണപ്പാ? സ്വർഗത്തിലെ വല്ല നിക്ഷേപണോ? അല്ല മോനെ, ഭൂമിയിലെ എൻ്റെ നിക്ഷേപത്തിൻ്റെ ബാക്കി ഒരു കുപ്പി. ദേ, ഇത് നിനക്ക്. അപ്പന്റെ വാക്കുകള് എനിക്ക് വഴികാട്ടി ആവട്ടപ്പാ. ഉറക്കം ഉണരുന്ന ചാക്കപ്പൻ ആരോടും ഒന്നും പറയാതെ പുറത്തേക്ക് പോയി. ചാക്കപ്പൻ വീണ്ടും മദ്യപാനം തുടങ്ങി. വീട്ടിലെ സമാധാനം നശിച്ചു. ബാങ്കിലിട്ട പണം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തീർത്തു. ഒരിക്കൽ ഒരു രാത്രി മദ്യപിച്ചു വരുന്ന ചാക്കപ്പൻ്റെ ബൈക്കിലേക്ക് ഒരു പട്ടി കുറുകെ ചാടി. അയ്യോ എന്റെ മനുഷ്യ, നിങ്ങൾക്ക് എന്താ പറ്റിയ? പട്ടി. ഇതെന്താ മനുഷ്യ, നിങ്ങൾ മറുഭാഷയും തുടങ്ങിയോ? ചേച്ചി, പട്ടി ചാക്കപ്പൻ ചേട്ടൻ്റെ ബൈക്കിന് കുറുകെ ചാടിയതാണ്. എന്നാണ് അത് പറഞ്ഞത്? ഭാഗ്യം ദൈവമേ, അല്ലെങ്കിൽ ക്രിസ്മസിന് മുമ്പേ അനാഥാലയത്തിൽ പോയി കിടക്കേണ്ടി വന്നേനെ. ചേച്ചി, ചാക്കപ്പൻ ചേട്ടൻ ഈയിടെയായി നല്ല മദ്യപാനം അല്ലേ? എന്നിട്ട് പേര് പറ്റിക്കും. അതൊക്കട്ടെ. കയറി പോടിയത്. കൈ പൊക്കാൻ വയ്യ, അല്ലെങ്കിൽ അത് തന്നേനെ ഞാൻ. ദൈവത്തിനും മനുഷ്യനും കൊടുത്ത വാക്ക് മാറരുത്, മറക്കുവരുത്. എത്താവുന്ന ദൂരത്തേക്ക് കൈ നീട്ടാൻ പാടുള്ളൂ. ശരിയേ മോളെ.
അധ്വാനിക്കാതെ പണം ലഭിച്ചാൽ നമ്മളെല്ലാവരും മറക്കും, വാക്കും മറക്കും. അതുകൊണ്ട് നമുക്കുള്ളിൽ നിന്നും മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കണം. ടീം കാരുണ്യ അവതരിപ്പിക്കുന്ന നാടകം ചാക്കപ്പന്റെ സ്വപ്നം. ഈ നാടകം ഇവിടെ സമാപിക്കുന്നു. കഥ ഹാഷിം പാലക്കാട്, സംഭാഷണം സംവിധാനം സച്ചിൻ ദേവ്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ: ചാക്കപ്പൻ മെബിൻ സി ആൻഡോ, ഭാര്യ രജി CR, മകൾ സ്നേഹ തൃശൂർ, അപ്പൻ ഇഷാഖ് EV തൃശൂർ, രവി സച്ചിൻ ദേവ്. എഡിറ്റിംഗ് ജിക്സൺ ജോൺ. നാടക അവതരണവുമായി ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് അശ്വതി പാലക്കാട്, ഞാൻ സച്ചിൻ ദേവ്.